ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, സാങ്കേതികവിദ്യ ഉപയോഗിച്ചും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനുമേൽ ഇന്ന് അധിനിവേശം നടത്തുന്നുണ്ട്. അത്തരം ചില ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വാൾസ്ട്രീറ്റ് ജേണൽ അടുത്തിടെ പുറത്തുവിട്ട വിവരങ്ങളിലാണ് ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന ഡിജിറ്റൽ യുദ്ധത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. സ്റ്റാർലിങ്കിന്റെ പേരിൽ അമേരിക്കൻ സർക്കാർ ഇറാനിലേക്ക് അയക്കുന്നത് വെറും ഇന്റർനെറ്റ് ഉപകരണങ്ങളല്ല, മറിച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ചാരപ്പണിയുടെ ആയുധങ്ങളാണെന്നാണ് റിപ്പോർട്ട്. എന്താണ് ഈ സ്റ്റാർലിങ്ക് ഓപ്പറേഷൻ? പിന്നിലെ യഥാർത്ഥ അജണ്ട എന്താണ്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഏകദേശം 7000 സ്റ്റാർലിങ്ക് ടെർമിനലുകളാണ് നേരിട്ട് വാങ്ങി ഇറാനിലേക്ക് കടത്തിയിരിക്കുന്നത്. ഒരു സ്വകാര്യ കമ്പനിയുടെ സേവനം നൽകാനെന്ന വ്യാജേന ഒരു പരമാധികാര രാജ്യത്തിന്റെ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കൻ സർക്കാർ തന്നെ ഇതിനായി മുൻകൈ എടുക്കുന്നു എന്നതാണ് ഇതിലെ ഗൗരവതരമായ കാര്യം. മുൻപ് ഉപരോധങ്ങൾ വഴി ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ ഇന്റർനെറ്റ് സ്വാതന്ത്ര്യം എന്ന പേരിൽ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് വിമർശനം. കോടിക്കണക്കിന് ഡോളറാണ് ഇതിനായി അമേരിക്കൻ നികുതി പണത്തിൽ നിന്നും ചെലവാക്കുന്നത്. ഇതിന്റെ ലക്ഷ്യം ജനങ്ങളെ സഹായിക്കലല്ല, മറിച്ച് കലാപങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള സുരക്ഷിത പാതയൊരുക്കലാണെന്നും വിമർശനങ്ങൾ ഉയരുന്നു. അതിർത്തികൾ വഴി അതീവ രഹസ്യമായാണ് ഈ ഉപകരണങ്ങൾ കടത്തുന്നത് എന്നത് തന്നെ ഇതിന്റെ പിന്നിലെ ദുരൂഹത വ്യക്തമാക്കുന്നതാണ്. ഇറാഖ് തുർക്കി അതിർത്തി വഴി ക്രിമിനൽ സംഘങ്ങളെ ഉപയോഗിച്ചാണ് ഈ ഉപകരണങ്ങൾ ഇറാനിലെത്തുന്നത്. നിയമപരമായി ഒരു സേവനമാണെങ്കിൽ എന്തിനാണ് ഇത്രയധികം രഹസ്യങ്ങൾ എന്നതാണ് ചോദ്യം. ഈ ടെർമിനലുകൾ ഉപയോഗിച്ച് വിദേശത്തിരുന്ന് ഇറാനിലെ കലാപകാരികളെ നിയന്ത്രിക്കാനും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുമാണ് അമേരിക്കയുടെ ശ്രമം. സ്റ്റാർലിങ്ക് എന്നത് കേവലം ഇന്റർനെറ്റ് അല്ല, മറിച്ച് ഇറാനിലെ സുരക്ഷാ സംവിധാനങ്ങളെയും സൈനിക നീക്കങ്ങളെയും നിരീക്ഷിക്കാനുള്ള ഒരു സ്പൈ നെറ്റ്വർക്ക് കൂടിയാണിന്ന്. ഇത് രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തുന്നു. അമേരിക്കയുടെ ഈ ഡിജിറ്റൽ അധിനിവേശത്തെ ഇറാൻ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസികൾ ഈ നിയമവിരുദ്ധ സിഗ്നലുകളെ ജാം ചെയ്യാനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ വിന്യസിച്ചു കഴിഞ്ഞു. സ്റ്റാർലിങ്ക് വഴി രാജ്യവിരുദ്ധമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ. സ്റ്റാർലിങ്ക് ഉപകരണങ്ങൾ കൈവശം വെക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് ഇറാൻ ഭരണകൂടം സ്വീകരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് സാങ്കേതികവിദ്യയും തടയപ്പെടേണ്ടത് തന്നെയാണെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. മറ്റു രാജ്യങ്ങളുടെ നിയമങ്ങളെ ബഹുമാനിക്കണമെന്ന് ലോകത്തോട് പറയുന്ന അമേരിക്ക ഇറാനിൽ നിയമവിരുദ്ധമായ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ നടപടിയെ അപലപിച്ചിട്ടുണ്ട്. സാങ്കേതികവിദ്യയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി രാജ്യങ്ങളെ വിഭജിക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നതെന്നും ഇരു രാജ്യങ്ങളും പറയുന്നു. അമേരിക്കൻ ഭരണകൂടത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ നീക്കം ഒരു അധിനിവേശമല്ല, മറിച്ച് ഡിജിറ്റൽ ജനാധിപത്യം ഉറപ്പാക്കാനുള്ള ഒരു മാനുഷിക ഇടപെടലാണ്. ഇറാൻ ഭരണകൂടം തങ്ങളുടെ ജനതയ്ക്ക് മേൽ ഏർപ്പെടുത്തുന്ന ഇന്റർനെറ്റ് സെൻസർഷിപ്പിനെ മറികടക്കാൻ അവരെ സഹായിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്നാണ് US വാദിക്കുന്നത്. വിവരങ്ങൾ അറിയാനും ലോകത്തോട് സംവദിക്കാനുമുള്ള മനുഷ്യന്റെ അടിസ്ഥാന അവകാശത്തെ ഇറാൻ തടയുമ്പോൾ ആ ഡിജിറ്റൽ മതിൽ തകർക്കാൻ ആവശ്യമായ സാങ്കേതിക സഹായം നൽകുക എന്നത് തങ്ങളുടെ നൈതികമായ ഉത്തരവാദിത്തമാണെന്നാണ് വാഷിംഗ്ടണിന്റെ നിലപാട്. മാത്രമല്ല, സ്വതന്ത്രമായ ആശയവിനിമയ മാർഗങ്ങൾ ലഭ്യമാക്കുന്നത് വഴി ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ തത്സമയം ലോകത്തെ അറിയിക്കാൻ സാധിക്കുമെന്നും ഇത് അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് കരുത്തു പകരുമെന്നും അമേരിക്ക വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ, സ്റ്റാർലിങ്കിനെ ഒരു ചാര ഉപകരണമായല്ല, മറിച്ച് സ്വേച്ഛാധിപത്യത്തിനെതിരെയുള്ള ഒരു വിമോചന സാങ്കേതിക വിദ്യയാണ് അമേരിക്കൻ നയതന്ത്രജ്ഞർ അവതരിപ്പിക്കുന്നത്. നിലവിൽ ഇറാൻ നേരിടുന്നത് ഒരു പുതിയ തരം യുദ്ധമാണ്. തോക്കുകളും ബോംബുകളും കൊണ്ടല്ല, മറിച്ച് സാറ്റലൈറ്റ് ലിങ്കുകൾ കൊണ്ടാണ് ശത്രുക്കൾ വരുന്നത്. എന്നാൽ ഇറാന്റെ പരമാധികാരവും സുരക്ഷയും ഇത്തരം ഡിജിറ്റൽ തന്ത്രങ്ങൾക്ക് മുന്നിൽ അടിയറവ് വെക്കില്ലെന്നാണ് ഇറാൻ ഭരണകൂടത്തിന്റെ നിലപാട്. വിദേശ സഹായത്തോടെ രാജ്യത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു.